ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കൊറിയൻ സ്റ്റൈൽ ഒരു നൂഡിൽസാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നേ നമുക്ക് നോക്കാം. സാധനങ്ങൾ: ഒരു ഉള്ളി കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, 2 മുട്ട, ചീസ്, സോയാ സോസ്, ചില്ലി ഗാർലിക് സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ ഒരു നൂഡിൽസ്. നിങ്ങളുടെ കയ്യിൽ ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ വെറും ചില്ലി സോസ് മതി. പിന്നെ ചീസിന് പകരം ഞാനിപ്പോൾ സ്പ്രെഡ് ചീസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണോ യൂസ് ചെയ്യുക അതിനകത്ത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറും. അതുകൊണ്ട് മാക്സിമം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇനി എണ്ണ നമ്മുടെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും ജിഞ്ചറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒരുപാടങ്ങ് വെന്ത് പോകാൻ പാടില്ല. ഒരുവിധം ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെ എടുത്താൽ മതി. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്നൊന്ന് അത് വഴണ്ടി കിട്ടാനായിട്ടാണ്. പിന്നെ ഉപ്പ് അതിൽ പിടിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ നൂഡിൽസിലൊന്നും അധികം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വേവണം. ഒരുവിധം നന്നായി വെന്ത് പേസ്റ്റ് ആവണം. കാരണം നമ്മൾ സോസ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തക്കാളി ഫുള്ളില്ലെങ്കിൽ ഒരു ഹാഫ് തക്കാളി ആണെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അടച്ച് വെച്ചാണ് വേവിച്ച തക്കാളി. നന്നായി വെന്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ക്യാപ്സിക്കം ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു ക്യാപ്സിക്കമേ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വലിയ ക്യാപ്സിക്കം എടുക്കാം. അപ്പോൾ ഒരുപാട് ടേസ്റ്റ് കൂടും എന്തായാലും. ക്യാപ്സിക്കം പിന്നെ ഓവറായിട്ട് കുക്കായി പോകണ്ട. ഒരു 1 to 2 minutes നേരത്തേക്ക് കുക്കാക്കിയാൽ മതി. ഓവറായിട്ട് കുക്കായിക്കാൻ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി നമ്മൾ ഇതിലോട്ട് അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോസുകളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചില്ലി ഗാർലിക് സോസ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. നിങ്ങൾക്ക് പുളി കൂടുതൽ ഇഷ്ടമാണെങ്കിലാണ് സോയാ സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നൂഡിൽസിന് കുറച്ചുകൂടെ എരിവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ യൂസ് ചെയ്യുക. ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്യരുത്, പെപ്പർ യൂസ് ചെയ്യണം. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ചീസ് പെപ്പർ ഫ്ലേവർഡ് ചീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പെപ്പർ ഇടാത്തത്. അല്ലെങ്കിൽ ഞാൻ നോർമലി പെപ്പർ ഇടാറുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ സോസുകളെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിക്കുക. അപ്പോൾ നമ്മുടെ ഈ സോസുകളൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട് ഒരു 1 മിനിറ്റ് നേരത്തേക്ക് ഇതിൽ കിടന്ന്. ഇനി നമ്മളുടെ ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ പാക്കറ്റിന് കൂടെ കിട്ടുന്ന ടേസ്റ്റ് മേക്കറാണ്. ഞാൻ ഈ ടേസ്റ്റ് മേക്കർ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസിൻ്റെ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനകത്ത് ഈ ടേസ്റ്റ് മേക്കർ കലക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട പിടിച്ച് കിടക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് നമ്മുടെ സോസിൻ്റെ കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ടേസ്റ്റ് മേക്കർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യേണ്ട. ഇപ്പോൾ അജിനോമോട്ടോ കയ്യിലില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂൺ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് നന്നായിട്ട് അതിലോട്ട് അലിഞ്ഞ് ചേരും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചീസ് വളരെ പെട്ടെന്ന് തന്നെ അതിലോട്ട് അലിഞ്ഞ് ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചീസ് അലിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ നൂഡിൽസാണ്. നൂഡിൽസ് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നൂഡിൽസാണ്. ഇനി നമുക്ക് ഈ നൂഡിൽസ് നന്നായിട്ട് ഇളക്കി യോജിച്ച് കൊടുക്കാം. നിങ്ങളൊരു 2 ഫോർക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ 2 സ്പൂണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഐഡിയ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ചട്ടുകം കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ ഫോർക്ക് വെച്ച് ചെയ്യാൻ പോവുകയാണ്. ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം നല്ല പെട്ടെന്ന് മിക്സ് ആവുകയും ചെയ്യും. നമ്മുടെ നൂഡിൽസ് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡിയാവും.
അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ ആദ്യം കുറച്ച് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസി നൂഡിൽസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് നൂഡിൽസ് ഇട്ടു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചീസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സ്പ്രെഡ് ചീസാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ മൊസറല്ലയോ വേറെ ചീസുകളോ എന്ത് വേണോ, സ്ലൈസോ എങ്ങനത്തെ ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഈ ലെയറിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് കുറച്ചുകൂടെ നൂഡിൽസ് വേറെ ലെയറാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസ് ഈ ലെയറിൻ്റെ ഇടയ്ക്ക് നിന്ന് നന്നായിട്ട് മെൽറ്റാവും. ഇനി ഇതിൻ്റെ മേളിൽ ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പോച്ച്ഡ് എഗ് അഥവാ നമ്മുടെ ബുൾസൈയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി കൊറിയൻസ് കഴിക്കുന്ന ഒരു സ്റ്റൈലാണിത്. പക്ഷെ നിങ്ങൾ കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.